മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം മെയ് 1-2 തീയതികളിൽ ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കോട്ടയ്ക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടെ നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് രണ്ടുപേരുടെ ലൈഫിൽ ചെയ്ത വലിയ അത്ഭുത സാക്ഷ്യമാണ്. ഒന്ന്, മുഹമ്മയിൽ നിന്നും ഗീത എന്ന പേരുള്ള ഒരു സിസ്റ്റർ, അതേപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നും സെബാസ്റ്റ്യൻ എന്ന പേരുള്ള ഒരു ബ്രദറുമാണ്. രണ്ടുപേരുടെ ലൈഫിലും തങ്ങൾക്ക് പറയാനുള്ളത് കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത തോരാത്ത നന്മകളെ കുറിച്ചിട്ടാണ്. ഗീത സിസ്റ്റർ പറയുന്നത് തൻ്റെ കൈയുടെ കുഴ തെറ്റിയതിനെ തുടർന്ന് സർജറി പറഞ്ഞിരുന്നതാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വന്നതിനെ തുടർന്ന് കർത്താവ് അതിൽ നിന്നും പൂർണ്ണമായി വിടുവിച്ചു. സർജറി മാറിപ്പോയി, തൻ്റെ കൈകളിലെ വേദന മാറിപ്പോയി. എന്നാൽ അതേപോലെ തന്നെ സിസ്റ്റർ ഒരു സാക്ഷ്യം കൂടെ പറയുകയാണ്. തനിക്കൊരു വീടില്ലായിരുന്നു, തൻ്റെ വീട് പലക വെച്ച് മറച്ചതുപോലെ ഒരു വീടായിരുന്നു. എന്നാൽ കർത്താവ് തനിക്കൊരു വീട് കൊടുത്തപ്പോൾ അത് മാളിക പോലെ ഒന്ന് തനിക്ക് കൊടുക്കുവാനിടയായിത്തീർന്നു. കർത്താവിൻ്റെ നന്മ എത്ര വലുതാണ്! ദൈവം ചെയ്ത നന്മകളെ വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിൽ സിസ്റ്ററിൻ്റെ ലൈഫിൽ കൊടുത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നാൽ അതേപോലെ തന്നെ സെബാസ്റ്റ്യൻ എന്ന പേരുള്ള ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഒരു ബ്രദർ പറയുന്നത് തൻ്റെ ലൈഫിൽ പൈൽസ് ഉണ്ടായിരുന്നു, വയറ്റിൽ നിന്ന് നന്നായി ബ്ലഡ് പോകുമായിരുന്നു, ആസ്മയുടെ പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ സീരിയസ് ആയിട്ട് തൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തും മുഴകൾ വരാൻ തുടങ്ങി. ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. പിന്നീട് മനസ്സിലായി അത് ക്യാൻസറാണെന്ന് മനസ്സിലായി. ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന വിധത്തിലേക്ക് തൻ്റെ ജീവിതം കൈവിട്ടു പോയി തുടങ്ങി. എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് പൂർണ്ണ സൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും മടക്കി കൊണ്ടുവന്നു. ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് സമാധാനമുണ്ടായി, ആശ്വാസമുണ്ടായി. അന്ന് പോയി കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൻ്റെ ശരീരത്ത് യാതൊരുവിധ രോഗവുമില്ല. പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന മുഴകൾ മാറി. കർത്താവിൻ്റെ ഒരു വലിയ സന്ദർശനം ആ ബ്രദർ അനുഭവിച്ചു. നമ്മുടെ ജീവിതത്തിലും തളർന്നു പോയി, ജീവിതമില്ലാതായി, ഇനിയൊരു തിരിച്ചുവരവുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തികളോടുമാണ് ഈ സാക്ഷ്യം പറയുന്നത്. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. വിട്ടില്ല. ഈ കുഴ ഇങ്ങനെ തെന്നിപ്പോയി. അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ, നീ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. വീടെന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളുകയല്ല. എന്ന് വെച്ചാൽ പലകയൊക്കെ അടിച്ചൊരു വീടായിരുന്നു. കൊച്ചിന് പോലും നാണക്കേടായിരുന്നു. കാര്യം അവിടെ കൂട്ടുകാരികളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഇടയിൽ ഗീത സിസ്റ്റർ മുഹമ്മയിൽ നിന്ന് ഒന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. 2019 നടന്ന അത്ഭുതങ്ങളാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായൊരു വസ്തുവില്ലായിരുന്നു, ഭർത്താവിൻ്റെ അമ്മയുടെ പേരിലായിരുന്നു എല്ലാം. അമ്മ മരിക്കാതെ തരില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ 2019 ന്യൂ ഇയറിൻ്റെ മീറ്റിങ്ങിൽ സോളിസിറ്ററിൻ്റെ കയ്യിൽ ഒരു കത്തിലൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സഹോദരിയുടെ കയ്യിലൊരു പ്രാർത്ഥന വിഷയം കത്തി എഴുതി കൊടുത്തു എന്ന് പറയുന്നത്. 2019 മെയ് 18 അമ്മ സ്ഥലം ഞങ്ങൾക്ക് എഴുതി തന്നു. അതൊരു വലിയ കാര്യമാണല്ലോ അമ്മ, അത് പറഞ്ഞേ കേക്കട്ടെ. തരത്തില്ലെന്നാ പറഞ്ഞിരുന്ന സ്ഥലം? ഇല്ല, തരത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അവർക്ക് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ആർക്കും ഒരു മക്കൾക്കും എഴുതി തരത്തില്ല, അവർ മരിക്കാതെ ആർക്കും തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ താമസിക്കുകയാണ്. ഞങ്ങൾക്ക് വീടും ഇല്ലായിരുന്നു, ചെറിയൊരു വീടാണ്. പഞ്ചായത്തുകാർ പോലും തരത്തില്ല, കാര്യം സ്വന്തമായിട്ട് പേരിൽ സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോഴാണ് ഞാൻ ആലപ്പുഴ ചർച്ചിൽ വരുന്നുണ്ടായിരുന്നത്, ബിജു ബുധൻ്റെ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ന്യൂ ഇയറിന് വന്നു. അവിടെ വന്നാലും ആരും കാണാനൊക്കത്തില്ലതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് തന്നെ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഞാനൊരു എഴുത്തെഴുതി സോൾ സിസ്റ്ററിൻ്റെ കയ്യിലാണ് കൊണ്ടു കൊടുത്തത്. മോനെ എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് സോൾ സിസ്റ്റർ വാങ്ങിച്ചു കൊണ്ടുപോയി. ജനുവരി 1 ഏക്കർ കിടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. സ്ഥലം തരത്തില്ലെന്ന് പറഞ്ഞിരുന്ന സ്ഥിതിക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാം. അപ്പോൾ മെയ് 18 തീയതി അമ്മ
സ്ഥലം എഴുതി ഞങ്ങൾക്ക് തന്നു. ആമേൻ. അതിനൊരു നല്ല കൈയടി കൊടുത്തേ. ഞാൻ എന്നെ കാണുന്ന യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഹാർവസ്റ്റിലൊക്കെ കാണുന്ന ആളുകളോട് പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. എന്താണോ വിശ്വസിക്കുന്നത് അത് അത്ഭുതപൂർവമായി ചെയ്യും. അടുത്ത സാക്ഷി അമ്മ പറയുന്നത്, മകൾ ദിവ്യ നേഴ്സാണ്, സൗദിയിൽ പോകാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചു, അത് ദൈവം പ്രവർത്തിച്ചു. പറഞ്ഞേ അമ്മ. അതെ, അതുപോലെ ഡൽഹിയിലായിരുന്നു ജോലി. അമ്മ, ഞാൻ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, അമ്മ അനേക സ്റ്റേജുകളിൽ പോയിട്ട് കർത്താവിന് ഇങ്ങനെ പറയുന്നത് കാണും. റെഡിയാണോ എന്റെ കൂടെ വരാൻ? നമുക്ക് ഒരുമിച്ച് അനേക ആയിരങ്ങളോട് പറയാം. അമ്മയുടെ ആ ഉത്സാഹം കാണുമ്പോൾ എനിക്ക് തന്നെ ത്രില്ലടിക്കുക. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് ദിവ്യയെ കുറിച്ചൊന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ഡൽഹിയിൽ മൈക്ക് പിടിക്കുന്നൊക്കെ കറക്റ്റ് ആയിട്ടാ കേട്ടോ. ദീപ സിസ്റ്റർ പറഞ്ഞ പോലെ പിടിക്കുകയെ. അടിപൊളി. കാരണം ഞാൻ ഇവിടെ വന്ന് സഹോദരിമാരെ മൈക്ക് പിടിപ്പിക്കാൻ ആദ്യം പഠിപ്പിക്കുന്നത്. അമ്മ അടിപൊളിയായിട്ട് പിടിച്ചു, നല്ലതായിട്ട് പറഞ്ഞു. ഇങ്ങനെയാ കർത്താവിനെ സാക്ഷീകരിക്കുന്നത്. പറഞ്ഞു അമ്മേ. അപ്പോൾ അതുപോലെ ഡൽഹിയിൽ അവള് ജോലിയായിരുന്നു, BSc നേഴ്സ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ബ്രദറെ ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞിനെ പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്ന്, അവൾക്ക് സൗദിയിൽ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൈൻ ചെയ്ത് പോന്ന് കഴിഞ്ഞിട്ട് 2-3 മാസമായിട്ട് അവൾക്ക് പോകാൻ ഒക്കുന്നില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് അഞ്ചലിൽ ചർച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ ഞാൻ അവളെ കൊണ്ടുവന്നെങ്കിലും അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ബ്രദർ അവിടെ ശരീരത്ത് എന്തൊക്കെയോ ബാധകൾ ഉണ്ടായിരുന്നു, അതെല്ലാം അടിച്ച് താഴെയിട്ട് ബ്രദർ പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ നീ ഉയർന്നു ഉന്നത നിലത്തിൽ എത്തുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കൊച്ചിന് ഭയങ്കര പ്രയാസം. അത് കഴിഞ്ഞ് ഇവിടെ പോന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിയിലൊത്ത് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിൽ കയറിക്കൊണ്ടിരുന്നപ്പോൾ അവൾ പിന്നെ മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ വിസ വന്ന് കിടക്കുന്നു. അപ്പോ അമ്മയുടെ മോള് ആ സമയത്ത് തന്നെ വിസയിൽ പോകാൻ സാധിച്ചു. അവൾ സൗദിയിൽ പോയി. 2020 തന്റെ വലത്ത് കൈയുടെ കുഴ വിട്ടുപോയി, ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിരുന്നത്. കോട്ടയം മീറ്റിംഗിൽ വന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു അമ്മേ. അത് എങ്ങനെ വെച്ചാൽ ഇതേപോലെ ഒരു ദിവസം എൻ്റെ കൈ, ഞാൻ തുണി എടുക്കാനായിട്ട് അഴയ കൈ പൊക്കിയതാണ്, ഈ കുഴ ഇങ്ങനെ തെന്നിപ്പോയി. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ എന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അവര് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞെങ്കിലും വണ്ടാനത്ത് കൊണ്ടുപോയി. അവിടെ എൻ്റെ മോള് പുന്നപ്പുറയെ താമസിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ വണ്ടാനത്ത് പോയി. കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്യണം, അതുകൊണ്ട് മൊത്തം ബാൻഡേജ് ഒക്കെ ചുറ്റി തന്ന്. അപ്പോൾ മൊത്തം കെട്ടി തന്ന്. അപ്പോൾ കെട്ടി തന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം എന്താ ഒരു 17-ാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മുടെ മീറ്റിംഗ് 3-ാം തീയതി മീറ്റിംഗ് ആണ്, കോട്ടയം മീറ്റിംഗ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിൽക്കുകയല്ല. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ നാളെ തന്നെ വരാം, ഞാൻ വീട്ടിൽ പോയിട്ട് നാളെ തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകള് പറഞ്ഞ് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്ക് ബ്രദറിന്റെ മീറ്റിങ്ങിന് പോയാൽ മതി, എന്റെ ഇല്ല വിട്ടില്ല, ആരും സമ്മതിക്കുന്നില്ല. ആ വാർഡിൽ ആരും സമ്മതിക്കുന്നില്ല. എന്ന് വെച്ചാൽ മൊത്തം കെട്ടിപ്പൊതിഞ്ഞ് കൈ അനങ്ങരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ, നീ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് ഒരു കൈയടി കൊടുത്ത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലക്കുറവുകൊണ്ട് അമ്മയെ ഹസ്ബൻഡിനെ വിളിച്ചില്ലെന്നേ. അങ്ങനെ ഞാൻ പിന്നെ പുന്നപ്പുറയെന്ന് നേരെ കോട്ടയത്ത് വന്ന് അവിടെ പുന്നപ്പുറ വയലാർ സമരം പോലെ നമ്മൾ കോട്ടയത്ത് വന്ന് സമരം ചെയ്തു. കോട്ടയം വന്ന് അവിടെ എനിക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ അവർ തന്ന്. അപ്പോൾ ബ്രദർ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നുണ്ട് ബ്രദർ എന്നെ തൊടുവെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അതേപോലെ ആങ്ങി വന്ന് എന്നെ ബ്രദർ വന്ന് കയ്യെ പിടി സ്റ്റേജിലോട്ട് കൊണ്ടുപോയി. ബ്രദർ എന്നോട് ചോദിച്ചു ഭർത്താവ് തല്ലിയതാണോ എന്നൊക്കെ ചോദിച്ച് തമാശ പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം ചുറ്റി മാറ്റി. ഞാനപ്പോൾ പറഞ്ഞു വണ്ടാനത്തിൻ്റെ ഓപ്പറേഷന് അഡ്മിറ്റാക്കിയ ആളാണ്, എനിക്ക് ഇവിടുന്ന് മാറ്റിത്തരുമെന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് ഇതെല്ലാം അഴിച്ചു മാറ്റിച്ച് ബ്രദർ മാറ്റി എന്നെ കൈ മേലോട്ട് പൊക്കി കറക്കി എല്ലാം ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ വീട് കൈയാണ്. ഞാനപ്പോൾ എന്റെ വീട്ടിലോട്ട് മുഹമ്മയിലോട്ട് വരാതെ നേരെ പുന്നപ്പുറയ്ക്ക് പോയി. എന്താ വെച്ചാൽ അവിടെ എല്ലാവരെയും കാണിച്ചു. ഞാൻ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടാ പോകുന്നത്. അങ്ങനെ പുന്നപ്പുറം എല്ലാവരെയും കാണിച്ചു. അവിടെയുള്ളവർക്കൊക്കെ വിശ്വാസമായി. പിന്നെ നമ്മുടെ ആലപ്പുഴ ചർച്ചിലെ ദീപയെ വിളിച്ച് എല്ലാവരും ഓരോ സാക്ഷി ഇതൊക്കെ പറയാൻ തുടങ്ങി. 5 രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് മുഹമ്മയിൽ നിന്ന് ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൈ ഒടിഞ്ഞ് കണ്ടവരെല്ലാം നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുപോകുന്നു. അല്ല അതിന് പിന്നെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഈ അമ്മയെ പോലെ 5 പേരുണ്ടായാൽ മതി മുഹമ്മ മാനസാന്തരപ്പെട്ടത്. അടുത്ത വാചകം പറയുന്നത് ശ്രദ്ധിച്ചോ. അമ്മയ്ക്ക് ഒരു കൂട്ടം സൗഖ്യമുണ്ട് കേട്ടോ. എനിക്ക് വീടില്ലായിരുന്നു, പ്രാർത്ഥിച്ചു, മനോഹരമായ മാളിക പോലത്തെ വീട് ലഭിച്ചു. എനിക്ക് ആ പറച്ചിൽ ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ ഞാൻ
ബ്രദറിന് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് എൻ്റെ 2 വീടും, ഒരു പഴയ വീടും പുതിയ വീടും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ TV പ്രോഗ്രാം ചെയ്തായിരുന്നു. Okay. അപ്പം ഇത് വീടെന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളുകയല്ല, എന്ന് വെച്ചാൽ പലകയൊക്കെ അടിച്ചൊരു വീടായിരുന്നു. ഞാൻ കണ്ടിരുന്നു, ഓർമ്മിക്കുന്ന ഒരു സൈഡില് എന്റെ കൊച്ചിന് പോലും നാണക്കേടായിരുന്നു. കാര്യം അവിടെ കൂട്ടുകാരികളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ആ വീട് 5 മാസം കൊണ്ട് 14 ലക്ഷം രൂപയുടെ ഒരു വീടാണ് വെച്ചത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മാളിക പോലത്തെ ഒരു വീട് കൊടുത്തു എന്നാ പറയുന്നത്. ഒരു കൈയടി കൊടുത്തേ കർത്താവിനെ. മകളുടെ വിവാഹം ബ്രദർ പറഞ്ഞ സമയത്ത് തന്നെ നടന്നു. ദിവ്യക്ക് സൗദിയിൽ നിന്ന് ഖത്തറിൽ പോകാൻ വേണ്ടി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു. ഈ അമ്മ ആള് പ്രാർത്ഥന ഭയങ്കര അതിശയാണ് ബ്രദറെ, അതൊന്ന് കേൾക്കേണ്ടതാണ്. എന്താന്ന് വെച്ചാൽ അടിപൊളി, എനിക്ക് കേൾക്കണോ? പറഞ്ഞിട്ട് എല്ലാം പറയാൻ തന്നെ ഒരു കൈയടി കൊടുത്തേ കർത്താവിനെ. എന്താന്ന് വെച്ചാൽ എന്റെ മോക്ക് പിന്നെ പൈസകളെല്ലാം അവള് മാസം ഇങ്ങനെ ലക്ഷങ്ങൾ ഓരോ ലക്ഷം വെച്ച് ഇട്ട് തരികയായിരുന്നു. പിന്നെ ഒരു ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ മാത്രമേ എടുത്തുള്ളൂ. ബാക്കി എല്ലാം അവള് തന്നെ അവിടെ കൂട്ടുകാരി എടുക്കുന്ന എല്ലാം വാങ്ങിച്ച് അവള് പൈസ ഇട്ട് തന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് പൈസ ഇല്ല, ഞാൻ ഫെബ്രുവരിയിൽ വരും. ഇപ്പം നവംബർ 22-ാം തീയതി ആയിരുന്നു നമ്മുടെ പെരവാസ്തുവിൽ കഴിഞ്ഞത്. അപ്പം ജനുവരിയിൽ വരും. ഫെബ്രുവരി 3-ാം തീയതി കല്യാണം നടത്തണം. ചെറുക്കനും പിന്നെ ഖത്തറിലാണ്. ഇവർ 2 പേരും നേഴ്സാണ്. നല്ലൊരു കൊച്ചനാണ്. അമ്മയ്ക്ക് പറയുമ്പോ തന്നെ മരുമോനെ കുറിച്ച് ഒരു നല്ല സന്തോഷമൊക്കെ വരുന്നുണ്ട്. എന്നാ ഖത്തറിൽ നിന്ന് അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് ഖത്തറിലേക്ക് പോകാൻ സാധിച്ചു. അത് വലിയൊരു കാര്യമാണെന്ന് അമ്മ പറയുന്നത്. മാത്രമല്ല മൂത്ത മകൾ വിദ്യക്ക് കൊറോണ, എലിപ്പനി, യൂറിനറി ഇൻഫെക്ഷൻ, ബ്ലഡ് കുറവായിരുന്നു, വളരെ സീരിയസ് ആയിരുന്നു. പ്രാർത്ഥിച്ചു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അതൊരു വലിയ കാര്യമല്ലോ അമ്മേ. കർത്താവ് അത്ഭുതം, അതിശയങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ദൈവം തൊടുന്ന എല്ലാ അതിശയവും ചോദിച്ചാലും എന്റെ ദൈവം എനിക്ക് തരുന്നുണ്ട്. ഒന്ന് കൈയടി കൊടുത്തേ കർത്താവിന്. എന്ത് ചോദിച്ചാലും തരുന്നൊരു നല്ല ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അത് മാത്രമല്ല, ഈ അമ്മ പറയുന്ന കർത്താവ് അനേക നന്മകളാൽ കുടുംബത്തെ അനുദിവസം നടത്തുന്നു. ചെറുപ്പം മുതലേ സെബാസ്റ്റ്യൻ ഒരു രോഗിയായിട്ടാണ് ജീവിച്ചത്. പൈപ്പ് തുറക്കുന്ന പോലെ ആയിരിക്കും ബ്ലഡ് പോകുന്നു. ദൈവശക്തിയെ തിരുവചനത്തെയും കുറിച്ചും അറിവില്ലാത്തതുകൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു. മറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ എന്റെ ശരീരത്തിൽ മുഴയില്ല. 26 വയസ്സിൽ ക്യാൻസർ വന്നാലുണ്ടാകുന്ന ഭയവും നിരാശയും എത്ര വലുതായിരിക്കും. അമ്മച്ചിയുടെ സാരി എടുത്ത് ഫാനിലിട്ട് അത് കെട്ടി റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളൊരു സാക്ഷ്യം കേൾക്കാൻ പോകുകയാണ്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ആലപ്പുഴയിൽ നിന്ന്. സെബാസ്റ്റ്യൻ മുന്നോട്ട് വരാവോ? വണ്ടർഫുൾ ജീസസ്. ഈ സെബാസ്റ്റ്യനെ 26 വയസ്സിൽ ക്യാൻസർ വന്നയാളാണ്. അതൊരു വലിയ കാര്യമോ? സെബാസ്റ്റ്യനാണ് ഇരിക്കുന്നത്. സെബാസ്റ്റ്യൻ പറയാമോ? സെബാസ്റ്റ്യൻ എന്തുകൊണ്ട് വിശേഷം? ആലപ്പുഴയിൽ എല്ലാവരും സുഖമായിരിക്കുന്നു. ആലപ്പുഴയിൽ അപ്പയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇദ്ദേഹം ഞങ്ങളുടെ മീറ്റിങ്ങിന് വരുമ്പോൾ എങ്ങനെയായിരുന്നു? നെഞ്ചിൻ്റെ പല ഭാഗത്ത് മുഴകൾ വരുവാൻ തുടങ്ങി. ട്രീറ്റ്മെന്റിന്റെ സഹായത്തോടെ TB മാറി. അപ്പൊ ആദ്യം ഉണ്ടായത് മോന് TB ഉണ്ടായി അല്ലേ? ആദ്യം ഉണ്ടായിരുന്ന TB ആയിരുന്നു. ഓക്കെ. TB തുടർന്ന് തന്നെ നെഞ്ചില് പല ഭാഗത്ത് മുഴകൾ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ തന്നെയാണ് ഡോക്ടറെ കാണിക്കാനിടയായത്. അതായത് പല ഭാഗത്ത് മുഴകൾ ഉണ്ടായിട്ട് TB ആണെന്ന് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്തു. പറഞ്ഞു 6 മാസം മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ച ശേഷം പൂർണ്ണമായിട്ട് മാറി. അത് മാറിയില്ല, പൂർണ്ണമായിട്ട് മാറിയില്ല. അതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. TB ആണെന്ന് കണ്ടുപിടിച്ചു, പക്ഷേ മുഴകൾ പൂർണ്ണമായിട്ട് മാറിയില്ല. ഓക്കെ. അതിനുശേഷം വീണ്ടും മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ തുടങ്ങി. വേറെ ആദ്യം ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടൊന്നും മനസ്സിലായില്ലായിരുന്നു ഡോക്ടേഴ്സിന്. എന്ന് പറഞ്ഞ ഈ TB ആണെന്നുള്ള ധാരണയിലാണ് ഡോക്ടേഴ്സ് മോനെ ചികിത്സിച്ചത്. അതിനുശേഷമാണ് വേറെ ആയുർവേദ ഡോക്ടറിനെ കാണിക്കുവാനിടയായി. അദ്ദേഹം പറഞ്ഞു ഇനിയും വീണ്ടും മുഴകൾ ഉണ്ടാവും, ക്യാൻസർ സെല്ലുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ വയറ്റില് അൾസർ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത്, മോനെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 2-3 കാര്യങ്ങൾ. 7ാം ക്ലാസ് മുതൽ ശ്വാസം മുട്ടലായിരുന്നു. 23 വയസ്സ് വരെ പലതരത്തിലെ ക്ഷീണം ശരീരത്തിലുണ്ടായിരുന്നു. അൾസർ ഉണ്ടായിരുന്നു. അതിനേക്കെല്ലാം ഉപരിയായിട്ട് ശരീരത്തിൽ മുഴകൾ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തയാളാണ് നമ്മൾ അല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒത്തിരി ഭയമുണ്ട്. ഞാൻ എന്തായി ചെയ്യും? മോൻ എത്ര വയസ്സിലാണ്? 26 വയസ്സിലാണ് ക്യാൻസർ ആണ് ദേഹത്തുള്ളത്, മുഴകളൊന്നും മനസ്സിലായത് അല്ലേ? വളരെയേറെ ഭാരം തോന്നി ആ സമയത്ത്, വളരെ പ്രയാസം തോന്നി. അതായത് TB ആണെന്ന് ചികിത്സിച്ചുകൊണ്ടിരുന്ന മുഴകൾ പിന്നീട് പരിശോധനയിൽ വളർന്നപ്പോൾ
പരിശോധനയിൽ കൂടുതൽ ശ്രദ്ധിച്ചപ്പോ അത് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഏത് തരം ക്യാൻസർ ആയിരുന്നു മോനെ അത്? അത് TB-യോട് സംബന്ധമായിട്ട് അനുബന്ധമായിട്ട് ഉണ്ടാകുന്ന ക്യാൻസർ സെല്ലുകളാണ് വരുന്നത്. ഓക്കെ, TB-യോട് ബന്ധിക്കപ്പെട്ട് ഉണ്ടായി വരുന്ന ക്യാൻസർ സെല്ലുകളാണ്. ഓക്കെ, നേരത്തെ അത് ഡോക്ടേഴ്സ് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ആകാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അതായത് TB മാറിയിട്ട് അത് ക്യാൻസർ ആയിക്കൂടായില്ല എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, എത്ര നാള് ആ സമയം അതിനുശേഷം മോനെ ചികിത്സിച്ചു? അതിനുശേഷം മരുന്ന് തുടർന്ന് കഴിക്കാൻ പറ്റിയില്ല. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് TV പ്രോഗ്രാമിലൂടെയാണ് ഞാൻ കാണുന്നത് ബ്രദറിന്റെ മീറ്റിംഗ്. ഓക്കെ, ഓക്കെ. അന്ന് മീറ്റിംഗ് കാണാനായിട്ട്, അതായത് ഈ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത സമയത്ത് ആ ക്യാൻസറിന് മരുന്ന് കഴിക്കണേക്കാൾ മുമ്പ് നമ്മുടെ TV പ്രോഗ്രാം കണ്ടു, ഹാർവസ്റ്റിലെ പ്രോഗ്രാം. ഓക്കെ, ഓക്കെ, ഹാർവസ്റ്റിലെ പ്രോഗ്രാം കണ്ടു. പറഞ്ഞിട്ട് തിരുവല്ലയിലെ മീറ്റിംഗിന് വന്ന് പങ്കെടുത്തു എന്ന് പറഞ്ഞ ഹാർവസ്റ്റിലെ TV പ്രോഗ്രാം കണ്ടപ്പോ അന്ന് പിറ്റേ ദിവസം നമ്മുടെ തിരുവല്ല മീറ്റിംഗ് നടക്കുവാണ്. ആ തിരുവല്ല മീറ്റിംഗിന് പങ്കെടുത്തു. തിരുവല്ല മീറ്റിംഗിൽ വന്ന് പങ്കെടുത്തു. ബ്രദർ ആ സമയത്ത് പറയാനിടയിൽ, സ്റ്റേജിൽ നിന്ന് പറയാനിടയിൽ പാമ്പിനെ സ്വപ്നം കാണുന്നവരെ കൊണ്ട് എഴുന്നേറ്റ് വന്നു. അപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ള കാരണം ഞാൻ ആ സമയത്ത് എഴുന്നേറ്റ് വന്നു. ബ്രദർ സെബാസ്റ്റ്യൻ സത്യത്തിൽ ക്രിസ്തീയ വിശ്വാസിയായിരുന്നെങ്കിലും ഒരു ക്രിസ്തീയ അടിസ്ഥാനത്തിലല്ല ജീവിച്ചിരുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. അങ്ങനെ ഞാൻ വന്നു. ബ്രദർ എന്നെ പെട്ടെന്ന് ആ സമയത്ത് തൊട്ടു. ഞാൻ പെട്ടെന്ന് ഷിവർ ചെയ്ത് വീണു. എന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങി പോകുന്നതായിട്ട്. അതായത് സെബാസ്റ്റ്യനെ ഞാൻ മുന്നോട്ട് വിളിച്ചു, സെബാസ്റ്റ്യന് വേണ്ടി പ്രാർത്ഥിച്ചു, ശരീരം മുഴുവൻ വിറച്ചു, സെബാസ്റ്റ്യൻ വീണു. അതാണ് സെബാസ്റ്റ്യന് പറയാനുള്ളത്. എന്റെ ശരീരത്തിൽ എന്തോ സാധനം ഇറങ്ങി പോകുന്നത് ഞാൻ സാധനം ഇറങ്ങിപ്പോയി. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ. മോനിപ്പോ എത്ര വയസ്സായി? ഇപ്പൊ 30 വയസ്സ്. 34 വർഷം മുമ്പ് സെബാസ്റ്റ്യന്റെ ശരീരത്തിൽ മുഴകൾ കണ്ടുപിടിച്ചു. മുഴകൾ വന്നതിനെ തുടർന്ന് സെബാസ്റ്റ്യനെ പരിശോധിച്ചു, ചികിത്സിച്ചു 6 മാസം. അത് TB ആയിരുന്നു എന്നായിരുന്നു ചിന്ത. പക്ഷെ കുറച്ചും കൂടെ നാൾ കഴിഞ്ഞപ്പോ അത് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. എന്നാൽ ക്യാൻസർ ആണെന്ന് മനസ്സിലായ സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കണേക്കാൾ മുമ്പ് ഹാർവസ്റ്റിലെ പ്രോഗ്രാം കണ്ടു. അതിനെ തുടർന്ന് തിരുവല്ല മീറ്റിംഗിന് വന്നു. ഇത് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. യൗവനക്കാരൻ 30 വയസ്സ്, 26 വയസ്സിൽ ക്യാൻസർ വന്നാൽ ഉണ്ടാകുന്ന ഭയവും നിരാശയും എത്ര വലുതായിരിക്കും. എന്നാൽ അതിൽ നിന്ന് സെബാസ്റ്റ്യനെ ദൈവം വിടുവിച്ചു. ആമേൻ. എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് മുതൽ മോനെ ശ്വാസം മുട്ടലായിരുന്നു. അപ്പൊ 7ാം ക്ലാസ് മുതൽ ശ്വാസം മുട്ടലിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. തുടർന്ന് അത് മാത്രമല്ല, എനിക്ക് ഒരു സാധനം പോലും എടുത്ത് ഒരു കുടം വെള്ളം പോലും എടുത്ത് വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു കുടം വെള്ളം എന്ന് പറഞ്ഞ ഒരു പാത്രം വെള്ളം എടുത്തിട്ട് വീട്ടിൽ കൊടുക്കാൻ പറ്റത്തില്ല. പൈപ്പിൽ നിന്ന് എടുത്തോണ്ട് വരുമ്പോൾ തന്നെ എനിക്ക് വീട്ടിലെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്താണ് നിങ്ങളുടെ വീട്ടിലെ കുടിക്കുന്നത്. വാതിക്കൽ തന്നെ ഒരു പൈപ്പ് ഉണ്ട്, വാതിക്കൽ ഗവൺമെന്റ് പൈപ്പ് ഉണ്ട്, വാട്ടർ ലൈൻ ഉണ്ട്. അവിടുന്ന് ഒരു കുടം വെള്ളം എടുത്തോണ്ട് കൊടുത്താൽ മൈക്ക് ചേർത്ത് വെച്ചു. അവിടുന്ന് വെള്ളം എടുത്തോണ്ട് കൊടുത്താൽ പോലും എനിക്ക് കിതപ്പുണ്ടാവുമായിരുന്നു, ശ്വാസം മുട്ടൽ വരുമായിരുന്നു. എന്ന് പറഞ്ഞ ചെറുപ്പം മുതലേ സെബാസ്റ്റ്യൻ ഒരു രോഗിയായിട്ടാണ് ജീവിച്ചത്. അതെ, അതെ. ഓക്കെ. തുടർന്ന് തന്നെ ബ്രദറിന്റെ മീറ്റിംഗിൽ, അന്നത്തെ മീറ്റിംഗിൽ തന്നെ പങ്കെടുത്ത്. ഞാൻ ചോദിക്കുന്നത് 7 വയസ്സ് മുതൽ 7ാം ക്ലാസ് മുതൽ എന്ന് പറഞ്ഞ ഒരു 12 വയസ്സ് മുതൽ ശ്വാസമുട്ടലുണ്ടായിരുന്നു. 23 വയസ്സ് വരെ ശരീരത്തിൽ പലപ്പോഴും ക്ഷീണം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല 25ാമത്തെ വയസ്സിൽ അൾസർ വന്നു. ഓക്കെ. എത്ര അൾസറിനെ ചികിത്സിക്കുകയും ചെയ്തായിരുന്നു? മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. എന്ന് പറഞ്ഞാൽ നിനക്ക് ചെറുപ്പം നിന്റെ ഓർമ്മ വെച്ച നല്ല ഓർമ്മ വെച്ച സമയം മുതൽ നീ അസുഖക്കാരനാണ്. പപ്പയും അമ്മയും. നിനക്ക് എത്ര മക്കളുണ്ട് വീട്ടിൽ? 2 പേര്. ആൺകൊച്ചുങ്ങളാണോ? 2 പേര്. ഒരു മൂത്ത സഹോദരി. അപ്പൊ പ്രത്യാശ വെച്ചിരിക്കുന്ന മോന്റെ മേൽ എന്നും അസുഖമാണ്. ഈ അപ്പച്ചനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സത്യത്തില് അപ്പച്ചനെ എത്ര വേദനയിലൂടെ കടന്നുപോയി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അടുത്തത്, അന്ന് തിരുവല്ല മീറ്റിങ്ങിന് വന്നു. അതിന് മുമ്പ് എഴുതിയിരിക്കുന്നത് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ എന്ന് മനസ്സിലായി. എല്ലാവരും വിഷമത്തിലിടാനിടയായി. പല പള്ളികളിലും പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയി നിരാശ കൂടുവാൻ തുടങ്ങി. ആ സമയത്ത് ആത്മഹത്യ ചെയ്യുവാനായി ശ്രമിച്ചു. അങ്ങനെയാണോ സെബാസ്റ്റ്യൻ? അങ്ങനെയാണ്. ഓക്കെ. അത് പെട്ടെന്ന് ആ സമയത്ത് തോന്നുക ഉണ്ടായത്, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, കാരണം മരിക്കും, ക്യാൻസർ ആയാലും മരിക്കും. എന്താ അതിനൊക്കെ കൂടുതൽ നമ്മളങ്ങ് മരിച്ചേക്കാം, അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്തേക്കാന്ന് വിചാരിച്ചല്ലേ. അങ്ങനെ ഒരു ദിവസം അമ്മയും പപ്പയും ഇല്ലായിരുന്ന സമയത്തായിരുന്നു ഇത് ചിന്തയിൽ വന്നത്. ആ ചിന്തയിൽ വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അമ്മച്ചിയുടെ സാരി എടുത്ത് ഫാനിലിട്ട് അത് കെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്നെ സഹായിക്കാനായിട്ട് നടക്കാനൊക്കെ പോകാനായിട്ട് ഒരു കൂട്ടുകാരൻ വരുമായിരുന്നു. അവൻ പെട്ടെന്ന് വന്ന് കാണുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതൊക്കെ ദൈവത്തിന്റെ ഒരു പരിപാടിയാണ്. 5 മിനിറ്റ് കൂടെ താമസിച്ചിരുന്നെങ്കിൽ അവൻ മരിച്ചനെ. ദൈവത്തിന്റെ കാര്യങ്ങൾ എന്ത് വലുതല്ലേ. അങ്ങനെ ആത്മഹത്യയിലേക്ക് വരേണ്ടയായിരുന്ന ഞാന് അന്ന് കൂട്ടുകാരൻ വന്ന് ആമേൻ ദൈവം നമ്മളെ വിടിവിക്കാനിടയായി. അതിനുശേഷമാണോ TV പ്രോഗ്രാം കണ്ടത്? അതിനുശേഷം വൈകുന്നേരമാണ് പപ്പ 2-3 ദിവസമായിട്ട് കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം വീണ്ടും കാണാനിടയായി. 2-3 ദിവസമായിട്ട് പപ്പയെ നേരത്തെ കർത്താവ് പിടിച്ചു
അതിന്റെ കൂട്ടത്തിൽ നിന്നോട് പറയുന്നുണ്ടായിരുന്നു നീ പിടി കൊടുക്കാതെ നിൽക്കുമായിരിക്കും. അതിന്റെ ഇടയിലാണ് അന്ന് രാത്രി നീ പിടികൊടുത്തു. ഏമേൻ. ഒരു കൈയടി കൊടുത്തേ കർത്താവിനെ. ഏമേൻ, ഏമേൻ. കർത്താവിന്റെ സമയത്ത് എല്ലാം. അതിന്റെ പിറ്റേ ദിവസമായിരുന്നു തിരുവല്ല മീറ്റിംഗ്. അന്ന് മീറ്റിങ്ങിന് വന്നു, മോനെ മുന്നോട്ട് വിളിച്ചു, പ്രാർത്ഥിച്ചു. മോന്റെ ശരീരത്തിൽ എന്തോ പോകുന്ന പോലെ തോന്നി. അതിനെ തുടർന്ന് എന്താ ഉണ്ടായെന്ന് പറയാമോ മോനെ? പറയാമോ? അന്ന് ബ്രദർ പറഞ്ഞു മുഴയെല്ലാം പോയവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു, സാക്ഷ്യം പറയാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ എന്റെ മുഴ ചുരുങ്ങിയത് മാത്രമേ ഉള്ളൂ, പോയില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ മുഴ പോയില്ലല്ലോ എന്ന് ചിന്തിച്ചാണ് ഞാൻ ഭവനത്തിലോട്ട് പോയത്. വൈകുന്നേരം TV മിനിസ്ട്രി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു ഇവിടെ വന്നിരിക്കുക, അടുത്ത് വന്നിരുന്ന് മെസ്സേജ് ഒക്കെ കേൾക്കുന്നു പറഞ്ഞു. അങ്ങനെ അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ വീണ്ടും മെസ്സേജ് കേൾക്കാൻ ഇടയായി. മെസ്സേജ് കേൾക്കുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവശക്തിയും തിരുവചനത്തെയും കുറിച്ചും അറിവില്ലാത്തതുകൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു. ഈ എന്റെ ഉള്ളിൽ ദൈവവചനം അറിഞ്ഞുകൂടാത്തതുകൊണ്ടും തിരുശക്തിയെ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ജനം നശിച്ചു പോകുന്നതെന്ന് പറയുന്നത് മോന്റെ അകത്ത് വന്നു. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്ത പോയത്, ഞാൻ ആദ്യം കർത്താവിന്റെ ജനമായോ എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത പോയത്. ഫസ്റ്റ് തന്നെ ഞാൻ ബൈബിൾ എടുത്തു. ആ വേർഡ് തപ്പുന്ന സമയത്ത് അസാധാരണമായ ഒരു ശക്തി, ദൈവവചനത്തിന് ഒരു പ്രത്യേക കൃപയുണ്ട് അല്ലേ? അസാധാരണമായ ഒരു ശക്തി അനുഭവിക്കാൻ പറ്റി. ആ വചനം കേട്ടോണ്ടിരുന്നപ്പോ മോന്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ദൈവശക്തി അനുഭവിക്കാൻ കഴിയും. പറഞ്ഞേട്ടോ മോനെ. ബ്രദർ അങ്ങനെ വേർഡ് പറഞ്ഞ സമയത്ത് ഞാൻ ബൈബിൾ എടുത്തു. ആ ബൈബിൾ എടുത്ത് വേർഡ് തപ്പുന്ന സമയത്ത് ബൈബിളിൽ നിന്ന് അസാധാരണമായ ഒരു ചൂട് അനുഭവിക്കാൻ പറ്റി. ബൈബിളിൽ നിന്നൊരു ചൂട് അനുഭവിക്കാൻ തുടങ്ങി. കർത്താവ് എന്നെ പരിപാടിയല്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ബൈബിൾ റീഡ് ചെയ്യുന്ന ആളുകൾ, ബൈബിൾ വായിക്കുന്നവർ, നിങ്ങൾ ബൈബിൾ വായിക്കരുതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന പുസ്തകം. ബൈബിൾ വായിച്ചിട്ട് ഇപ്പൊ ബൈബിള് വാസ്തവത്തിൽ എന്തിനാ ദൈവം തന്നേന്നറിയാം. എന്റെ വിശ്വാസം പറയാം, അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും ഉണ്ട്, ദൈവം ജീവിക്കുന്നു എന്ന് കാണിക്കാനാണ്. അത്ഭുതങ്ങളില്ലാത്തൊരു ബൈബിളും ചിന്തിച്ചു നോക്കിയ ശേഷം കഥാപുസ്തകമായേനെ, ആദ്യം മുതൽ അവസാനം വരെ കഥയായി പോയാൽ. പക്ഷെ ആദ്യം മുതൽ അവസാനം വരെ ഇത് അത്ഭുതമായതുകൊണ്ടാണ് ബൈബിൾ മറ്റെല്ലാ ഗ്രന്ഥത്തെക്കാളും ഉയർന്നത്. ബൈബിൾ വായിക്കുമ്പോൾ ചൂട് തോന്നാൻ തുടങ്ങി. പറഞ്ഞേട്ടോ മോനെ. ബൈബിൾ വായിക്കുന്ന ആ ബ്രദർ പറഞ്ഞ വേർഡ് ഞാൻ എടുക്കുന്ന സമയത്ത് അസാധാരണമായ ഒരു ശക്തി എന്റെ കയ്യിൽ തട്ടാൻ തുടങ്ങി. ഒരു ചൂട് തട്ടാൻ തുടങ്ങി. അതായത് ഒരു കനലിന്റെ പുറത്ത് നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ തൊട്ട് നോക്കിയപ്പോ ഇല്ല, അമ്മയ്ക്ക് ചൂടില്ല. പക്ഷെ നീ തൊടുമ്പോ ചൂടടിക്കുവോ? ഇത് കർത്താവിന്റെ കരമാണ്. ദൈവത്തിന്റെ പറഞ്ഞു കർത്താവിന്റെ നിനക്ക് അനുഗ്രഹം ഉണ്ടായിരിക്കാം ചിലപ്പം, അതുകൊണ്ടായിരിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ വളരെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോ എന്റെ ശരീരത്തിൽ മുഴയില്ല. കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ച്. ഇത് സെബാസ്റ്റ്യന്റെ സാക്ഷ്യമാണ്. 26 വയസ്സിൽ ക്യാൻസർ എന്നും ദേഹത്ത് മുഴകളെന്നും അറിഞ്ഞയാള് ട്രീറ്റ്മെന്റ് ചെയ്യണേക്കാൾ മുമ്പ് പ്രാർത്ഥനയ്ക്ക് വന്നു. പിറ്റേ ദിവസം കഴിഞ്ഞപ്പോ മുഴ കാണാനില്ല. എന്റെ യേശു ചെയ്ത എത്ര അത്ഭുതമാണ്. ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. ഒന്ന് കൈകളടിച്ചു ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ കാണുന്ന ആളുകളോട് സെബാസ്റ്റ്യൻ എന്താ പറയാനുള്ളത്? ജീവിക്കുന്നൊരു യേശുണ്ട് അല്ലെ? നിങ്ങള് കർത്താവിൽ വിശ്വസിച്ചാൽ, അമ്മയുടെ പ്രേരണയായാലും അപ്പയുടെ പ്രേരണയായാലും കർത്താവിലേക്ക് നോക്കിയാ രക്ഷിക്കാൻ ദൈവം പറ്റും. നമ്മൾ നേരത്തെ പാടി പറഞ്ഞ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിലും അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ നമുക്ക് ആ ശക്തി അനുഭവിക്കാം. പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ ആമേൻ. സമാധാനത്തോടെ ഉറങ്ങി. അന്ന് രാത്രിയിൽ മുഴകൾ മാറി. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ നമ്മളെ കാണുന്ന അനേക കുടുംബങ്ങൾക്ക് വേണ്ടി സെബാസ്റ്റ്യൻ ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ വഷിപ്പിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവൃത്തിനാണ്. കർത്താവ് അവനെ മുഴകൾ മാറ്റി എന്ന് പറയണേക്കാൾ, ക്യാൻസർ മാറ്റി എന്നതിനേക്കാൾ ഉപരി കർത്താവിൻ്റെതാക്കി മാറ്റി. കാലിലെ വൃത്തം പോലെ ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നത് അലർജി മുഴുവൻ പോയി. അൾസർ മുതലും ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് പോകുമായിരുന്നു എന്ന് പറഞ്ഞ എല്ലാ അസുഖവും അന്നത്തെ ദിവസം കൊണ്ട് തീർന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അലർജി ശരീരത്തിൽ വട്ടം പോലെ വരുമായിരുന്നത് അത് മാറി.
വയറ്റില് വ്രണം ഉണ്ടായിരുന്നു, അത് മാറിപ്പോയി എന്ന് പറഞ്ഞ പോലെ. എങ്ങനെയായിരുന്നു അത്? അത് എന്റെ തൊടയുടെ 2 ഭാഗത്തും ചൊറിഞ്ഞല് പോലെ ഇങ്ങനെ വട്ടം വട്ടം വ്രണം ഉണ്ടായിരുന്നു. അത് പൊട്ടി പഴുത്ത് വെള്ളം വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ബ്രദറിന്റെ TV മിനിസ്ട്രിയുടെ അന്ന് സമാധാനത്തോടെ ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പാട് പോലും ഇല്ലാതെ അത് മാറി. ശ്വാസം മാറി. ദൈവം തരുന്ന സമാധാനം എന്ന് പറയുന്നത് ഉറപ്പാണ്. നീ വിടിവിക്കപ്പെടുക അല്ലേ? യേശുവേ. ബ്ലീഡിംഗ് ഉണ്ടാകുമായിരുന്നു. ബ്ലീഡിംഗ് ഉണ്ടാകുമായിരുന്നു. ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് പോകുന്ന അവസ്ഥയായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പൈപ്പ് തുറക്കുന്ന പോലെ ആയിരിക്കും ബ്ലഡ് പോകുന്നത്. അതുപോലെ ബ്ലഡ് പോകുമായിരുന്നു എന്ന് പറഞ്ഞ 26 വയസ്സിൽ ഒരു കൂട്ടം രോഗങ്ങൾ ഉണ്ടായിരുന്ന ആള് ആരോഗ്യവാനായി സുന്ദരനായി കർത്താവിനെ സാക്ഷ്യം പറയാൻ അവിടെ വന്നിരിക്കുവോ? ഒന്ന് കൈയടിച്ചേ. ആമേൻ, ആമേൻ. താങ്ക് യു വെരി മച്ച് ബ്രദറെ. ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരെ വന്ന് ഞങ്ങളോട് ആയിരങ്ങളോട് സാക്ഷ്യം പറയുവാൻ മനസ്സ് കാണിച്ചതിന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സെബാസ്റ്റിനെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാൻ. സോളി സെബാസ്റ്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ജീവിതത്തിൽ അവിടുന്ന് കൊടുത്ത അത്ഭുത സൗഖ്യം കർത്താവെ തന്റെ ജീവിതത്തെ മുഴുവനും മാറ്റുവാനിടയായി തീർന്നു. ജീവിക്കുന്ന ഒരു കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. കർത്താവെ, അപ്പാ, ഞാൻ ദൈവത്തിന്റെ ജനമാണോ എന്ന് ചിന്തിക്കുവാനും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കോണം പരിശുദ്ധാത്മാവെ അവിടുന്ന് ഇബ്രാഹിമിന്റെ മേൽ പകർന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ഈ ബ്രദർ അനേകർക്ക് അനുഗ്രഹമാകട്ടെ അപ്പാ. തന്റെ സാക്ഷ്യം നിമിത്തം അനേകർ കർത്താവിനെ അറിയട്ടെ അപ്പാ. കർത്താവെ, തന്റെ ജീവിതത്തിൽ പകർന്ന ദൈവിക ശക്തി അനേകരുടെ മേലും പങ്കുവെക്കുവാൻ തക്കോണം അപ്പാ ഇബ്രാഹിമിന്റെ കൈകളെ ഉപയോഗിക്കണമേ അപ്പാ. കർത്താവെ, സൗഖ്യത്തെ പങ്കുവെക്കുവാൻ തക്കോണം അപ്പാ ഇബ്രാഹിമിന്റെ വാക്കുകളെ അവിടുന്ന് ഉപയോഗിക്കണമേ അപ്പാ. അത്ഭുതത്തോടെ അവിടുന്ന് ഉപയോഗിക്കണമേ അപ്പാ. അവിടുന്ന് ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സെബാസ്റ്റ്യൻ പപ്പയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായിരിക്കുമ്പോൾ ആരാ എനിക്ക് പ്രതികൂലമായിരിക്കുന്നത്? ഒരു രോഗത്തിനും എന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഒരു തകർച്ചയ്ക്കും എന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. സിസ്റ്റർ പറയുക, വീടില്ലായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ടൊരു വീട് മാളിക പോലെയൊന്ന് കർത്താവ് കൊടുത്തു. രോഗത്താൽ മരണത്തിൻ്റെ വക്കിലായിരുന്നു. എന്നാൽ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ദൈവം അതിൽ നിന്നെല്ലാം സൗഖ്യം തന്നു. എൻ്റെ ദൈവം ജീവിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ, അവൻ എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാട്ടെ, ഒന്നിനും എന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഒരു വേദനയ്ക്കോ തകർച്ചയ്ക്കോ കടഭാരത്തിനോ ഒന്നിനും എന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. കർത്താവെ, ഈ കുടുംബങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, 2 പേർ ഇന്ന് സാക്ഷ്യം പറഞ്ഞു. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എത്രയോ പേർ അനുഭവിച്ചിരിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, കാണുന്ന കുടുംബങ്ങളിലും അത്ഭുതങ്ങൾ ഓരോ ദിവസം അനുഭവിക്കട്ടെ അപ്പാ. യേശുവേ, ആ വിടുതലുകൾ ഓരോ ദിവസം അനുഭവിക്കട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അപ്പോൾ അവിടുത്തെ ദയയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അപ്പോൾ ഈ കുടുംബങ്ങളിൽ രോഗത്തോടെ ആയിരിക്കുന്നവർ, ഭാരത്തോടെ ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. അവിടുത്തെ കൃപ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു. ആമീൻ, ആമീൻ. ബലത്തോടെ നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ആമീൻ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഓരോ ദിവസവും അത്ഭുതങ്ങളിൽ ജീവിച്ചാട്ടെ. ആമീൻ. നിങ്ങൾ ക്രിസ്തുവിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ജയാളിയായിരിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമീൻ.